എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കേൾക്കാമോ എന്നെ? ഗുഡ് മോർണിംഗ്. കേൾക്കാം അച്ഛാ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു വെരി മച്ച്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവ സന്നദ്ധിയിൽ ശാന്തമായി വിശ്വാസത്തോടെ ദൈവകൃപയോടെ സമാധാനത്തോടെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മുടെ പ്രതികൂലങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം മൗനമായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടുത്തെ കൃപയില് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി, ഞങ്ങളെ വഴി നടത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ അവിടുന്ന് വിടുവിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ സഭയായി നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ ആരാധനകളിൽ, ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളിലൊക്കെ അങ്ങയുടെ വലിയ കരുതലും കൃപയും അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങള് സഭയായി, കുടുംബമായി, സമൂഹമായി എല്ലായ്പ്പോഴും വിശ്വാസത്തോടുകൂടെ നിന്റെ കരങ്ങളിൽ ആശ്രയിപ്പാൻ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വീഴുമ്പോൾ ഞങ്ങളെ താങ്ങുന്ന ദൈവം, ഞങ്ങളുടെ കാലിടറുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ പിടിക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, സന്താപങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനകളിലൊക്കെ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആ വലിയ നന്മയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഒട്ടനവധി ജീവിത പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളിൽ അങ്ങ് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നീ വിടുവിക്കുന്ന, നീ വീണ്ടെടുക്കുന്ന, നീ സൗഖ്യദായകനായ, നീ വീണ്ടെടുപ്പുകാരനായ നല്ല ദൈവമാണെന്നുള്ള ഉറപ്പോടുകൂടെ ഞങ്ങൾ ആയിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും നിന്റെ കൃപകളും നിന്റെ സ്നേഹവും നിന്റെ കരുതലും ഒക്കെ തിരിച്ചറിയുവാൻ ഞങ്ങള് പരാജയപ്പെട്ടു പോകുന്നവരാണ്. കർത്താവെ, നിന്റെ വഴിയിൽ നിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ, ജീവിതങ്ങളെ ക്രമീകരിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ആലോചനകൾ, ഞങ്ങളുടെ സ്വാർത്ഥതകൾ കർത്താവെ പലപ്പോഴും അങ്ങയുടെ ഹിതത്തെ തോൽപ്പിക്കുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയിട്ടുണ്ട്. കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവമേ, ഞങ്ങൾ അനുതാപത്തോടുകൂടെ കടന്നു വരുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ അവിടുന്ന് ക്ഷമിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞങ്ങളുടെ ലംഘനങ്ങളെ അവിടുന്ന് കണക്കിടരുതേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ലംഘനങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും. ദൈവമേ, ഞങ്ങളുടെ അസംഖ്യം കുറവുകളും കുറ്റങ്ങളും ഒക്കെ അവിടുന്ന് ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ ഞങ്ങളുടെ രോഗത്തിനോ അസമാധാനത്തിനോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കോ ഒന്നും കാരണമാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകുന്ന സമാധാനം, നീ ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം, സൗഖ്യം, അത് അനുഭവിപ്പാൻ, അതിന് യോഗ്യരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന നിന്റെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് പേരുപേരായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ അങ്ങ് കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. പാട്ടുപാടുവാൻ, വചനം വായിപ്പാൻ, പ്രാർത്ഥിക്കുവാനുള്ള വിശ്വാസവും ആത്മീയമായ ഒരുക്കവും നിന്റെ മക്കൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ, കൂടിവരവ് കർത്താവെ, കൂടുതൽ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ ഉറപ്പിക്കപ്പെടുവാൻ, നിന്റെ വചനങ്ങളിൽ, മാറ്റമില്ലാത്ത വചനങ്ങളിൽ ആശ്രയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തിരുനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കും.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനം, സ്വാഗതം. കഴിഞ്ഞ 1-2 ആഴ്ച നമുക്ക് ഒരാഴ്ച ഞാനില്ലായിരുന്നു. അതിനെ തുടർന്നുള്ള ആഴ്ച ഹോളി വീക്ക് ആയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യക്തിപരമായ യാത്രയിലായിരുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥന ക്രമീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് 2-3 ആഴ്ചയുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കൂടി വരുന്നത്. ഇത്രയും പേര് കൂടി വന്നല്ലോ, അതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. പാട്ട് പാടുന്നത് അന്നമ്മ ജോൺ ആന്റിയാണ്. സങ്കീർത്തനം വായിക്കുന്നത് അന്നമ്മ ജോൺ ആന്റി അല്ലേ? ഓക്കെ. സങ്കീർത്തനം വായിക്കുന്നത് ലില്ലി ബാബു ആന്റിയാണ്. ഇപ്പോൾ അന്നമ്മ ജോൺ ആന്റി പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതിനെ തുടർന്ന് ലില്ലി ആന്റി 76-ാമത്തെ സങ്കീർത്തനം വായിക്കും. ഗുഡ് മോർണിംഗ് അച്ഛാ, കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങളുടെ പുസ്തകങ്ങളില് 26-ാമത്തെ പാട്ട്, സോങ് നമ്പർ 26. ജീവനുള്ള ദേവനെ ഒരു ജീവവാക്യമോതുവാൻ വരൂ. ജീവനുള്ള ദേവനെ ഒരു ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. മാനസം കനിഞ്ഞിടുവനാ ഗാനമാല്യമേകിടുവനാ ആവസിക്ക എന്റെ ദേഹിയിൽ, നീ വസിക്ക എന്റെ ജീവനിൽ. മാനസം കനിഞ്ഞിടുവനാ ഗാനമാല്യമേകിടുവനാ ആവസിക്ക എന്റെ ദേഹിയിൽ, നീ വസിക്ക എന്റെ ജീവനിൽ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനെ, വാക്കുമാറാമുന്മയുള്ളോനെ, വാഗ്ദത്തങ്ങൾക്കായി വരുന്നേ, വല്ലഭാത്മമാരി നൽകണേ. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനെ, വാക്കുമാറാമുന്മയുള്ളോനെ, വാഗ്ദത്തങ്ങൾക്കായി വരുന്നേ, വല്ലഭാത്മമാരി നൽകണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ,
യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ, പാപത്തെ വെറുത്തു ജീവിപ്പാ പാപബോധം ഞങ്ങളിൽ തരൂ, പാപത്തെ വെറുത്തു ജീവിപ്പാ പാപബോധം ഞങ്ങളിൽ തരൂ. ന്യായവേദി നാൾ വരും നിതാ, പ്രിയൻ വരൻ കാലമായല്ലോ. ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നിരക്ഷിച്ചിടണേ. ന്യായവേദി നാൾ വരുന്നിതാ, പ്രിയൻ വരൻ കാലമായല്ലോ. ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നിരക്ഷിച്ചിടണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ, പാപത്തെ വെറുത്തു ജീവിപ്പാ പാപബോധം ഞങ്ങളിൽ തരൂ, പാപത്തെ വെറുത്തു ജീവിപ്പാ പാപബോധം ഞങ്ങളിൽ തരൂ. അടുത്ത പാട്ട് 88-ാമത്തെ പാട്ട്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമേന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നേ. ദിനവും വരനെ നന്ദിയാ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വരനെ നന്ദിയാ. ലോക ഇമ്പങ്ങളിൽ ഞാൻ പ്രേമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. ലോക ഇമ്പങ്ങളിൽ ഞാൻ പ്രേമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. കാണില്ലൊരു നാളും സ്വർഗതാരൻ, ഹൃത്തിൽ മൂഢമായി ഞാൻ ഉറച്ചു. കാണില്ലൊരു നാളും സ്വർഗതാരൻ, ഹൃത്തിൽ മൂഢമായി ഞാൻ ഉറച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമേന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വരനെ നന്ദിയാ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വരനെ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. താതന്റെ ഇരുകരം തേടിയെത്തി, തന്റെ മാർവോടു ചേർത്തണച്ചു. താതന്റെ ഇരുകരം തേടിയെത്തി, തന്റെ മാർവോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും
ഉറവിടമാമേന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വരനെ നന്ദിയാ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വരനെ നന്ദിയാ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. തിരുവേലെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. തിരുവേലെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വരനെ നന്ദിയാ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വരനെ നന്ദിയാ. താങ്ക് യു അച്ഛാ. ആൻഡി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ സോങ്സ്. ഇപ്പോൾ ലില്ലി ബാബു ആൻഡി സങ്കീർത്തനം വായിക്കും. 76-ാമത്തെ സങ്കീർത്തനം. അച്ഛാ കേൾക്കാമല്ലോ? കേൾക്കാം ആൻഡി. യെസ്. സങ്കീർത്തനം 76, Psalm 76. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. അവിടെ വെച്ച് അവൻ വില്ലിന്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. ശാശ്വത പർവ്വതത്തെക്കാൾ നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്ക് കൈക്കരുത്തില്ലാതെ പോയി. യാക്കോബിന്റെ ദൈവമേ, നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു. നീ ഭയങ്കരനാകുന്നു. നീ ഒന്ന് കോപിച്ചാൽ തിരുമുൻപാകെ നിൽക്കാവുന്നവൻ ആർ? സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെ ഒക്കെയും രക്ഷിപ്പാൻ. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരിക്കുന്നു. മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം. ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവീൻ. അവന്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആരെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവാസന്നദ്ധിയിൽ ഏകാഗ്രമാക്കാം. പ്രകാരം ഈ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിട്ട് കടന്നു വരുവാൻ വിശ്വാസത്തോടുകൂടെ, ആരാധനയോടുകൂടെ, ആത്മീയമായ സംഗീതത്തോടുകൂടെ ആരാധനയായി കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം അനുഭവിക്കുന്ന ദൈവിക നടത്തിപ്പുകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ കടന്നു വന്ന വഴികൾ, നമ്മൾ കയറി ഇറങ്ങിയ വഴികൾ, ആ വഴികളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം
ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, ദൈവം നമ്മെ നടത്തിയ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയാലാകുന്നു. നമ്മളുടെ കഴിവല്ല, നമ്മളുടെ സ്വാധീനമല്ല, നമ്മുടെ സമ്പത്തല്ല, നമുക്കുള്ളതൊന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ വലിയ കൃപയാണ് നമ്മെ ഇപ്രകാരം ദൈവസന്നിധിയിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലവിധമായ ബലഹീനതകൾ ഉണ്ടാകാം, രോഗാവസ്ഥകൾ ഉണ്ടാകാം, പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നാൽ അപ്പോഴും നമ്മളൊക്കെ ദൈവത്തിന്റെ കൃപയിലും ദൈവികമായ നടത്തിപ്പിലും ആയിരിക്കുന്നല്ലോ. ആ വലിയ ദൈവസ്നേഹത്തിനായി, ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ആയുസ്സിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, ഈ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടേതായ ബിസിനസ് സംരംഭങ്ങൾ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന് വിശ്രമിക്കാതെ നമുക്കായി നമ്മളെ കാക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മളെ കാവൽ ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് പ്രശംസിപ്പാനില്ല, പൗലോസ് പറയുന്നത് കർത്താവിന്റെ കുരിശിലല്ലാതെ. വലിയ പ്രാഗൽഭ്യങ്ങൾ അവകാശപ്പെടാനില്ല, ക്രിസ്തുവിന്റെ കുരിശിന്റെ പ്രാഗൽഭ്യമല്ലാതെ. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത്ര നല്ലവനാം പ്രിയൻ, ആർദ്രതയോടെ നമ്മളെ പരിപാലിക്കുന്ന നല്ല ദൈവത്തിന്റെ വലിയ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി, നമ്മുടെ ആയുസ്സിനു വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ വലുതും ചെറുതുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിലെ മധ്യസ്ഥത അണയ്ക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ ഒക്കെ അവിടുന്ന് അറിയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മാതാപിതാക്കന്മാരെയും നമുക്ക് ഓർക്കാം. വാർദ്ധക്യത്തിന്റെ ക്ഷീണവും ബലഹീനതയും പ്രയാസവും ഭാരവും അനുഭവിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശ്വാസത്തിന്റെ വഴിയിൽ നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ, ജീവിതത്തിന്റെ സായാഹ്നത്തിലായിരിക്കുന്നവർ, നമ്മുടെ കരുണയും നമ്മുടെ കരുതലും നമ്മുടെ കൃപയും ഒക്കെ അർഹതപ്പെട്ടവർ, അവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ, അവരെ അവിടുന്ന് പ്രത്യാശയാൽ നിറയ്ക്കണമേ. ദൈവം നൽകിയിരിക്കുന്ന ആയുസ് വിശ്വാസത്തിന്റെ സമൃദ്ധിയിൽ, തീക്ഷ്ണതയിൽ ജീവിപ്പാൻ അവരെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കിടക്കയിലായിട്ടുള്ളവരുണ്ട്, ദീർഘനാളുകളായി സ്ട്രോക്ക് വന്ന് സംസാരിക്കാനാവാതെ, ചലിക്കാനാവാതെ, മറ്റുള്ളവരുടെ ഒരു കൈ സഹായമില്ലാതെ ഒന്ന് അനങ്ങുവാനാകാതെ ആയിരിക്കുന്ന അനേക നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ മാതാപിതാക്കളാകാം, ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളാകാം. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരോട് അങ്ങ് മനസ്സലിവ് തോന്നണമേ, പ്രത്യാശയാൽ അവരെ നിറയ്ക്കണമേ. അവരുടെ ബലഹീനമായ ശാരീരിക അവസ്ഥകളെ അവിടുന്ന് തൊടണമേ. അവർക്ക് ആരോഗ്യത്തോടെ, ദൈവകൃപയോടെ അന്ത്യം വരെ ജീവിപ്പാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലവിധമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ രോഗക്കിടക്ക് മാറ്റിപിരിക്കണമേ, അവർക്ക് സൗഖ്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അടുത്തും അകലങ്ങളിലുമായിട്ടുള്ള എല്ലാവരെയും കുടുംബങ്ങളായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അവർ
നേരിടുന്ന ജീവിത പ്രയാസങ്ങൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. അവർ കടന്നു പോകുന്ന വഴികൾ നമുക്ക് അറിയില്ലായിരിക്കാം. എങ്കിലും അവരെവിടെ ആയിരുന്നാലും, ഏത് ജീവിത സാഹചര്യത്തിലായിരുന്നാലും, എങ്ങനെയായിരുന്നാലും ദൈവം അവരോട് കൂടെയിരിക്കണമേ, അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസ്ഥരായ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ഹൈദരാബാദിലും മറ്റ് സിറ്റികളിലും വിദേശത്തുമൊക്കെ കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടും ആയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവർ ദൈവത്തെ മറന്നു പോകാതെ, അവർ കടന്നു വന്ന വഴികൾ മറന്നു പോകാതെ, ദൈവത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതപ്രകാരം ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിന്റെ വഴിയിൽ പാകപ്പെടുത്തുവാൻ, പരിപോഷിപ്പിക്കുവാൻ അവരെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ എല്ലാ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ പഠന കാര്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പഠനത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ മാറ്റുന്ന ഒരുപാട് സ്വാധീനങ്ങളുടെ ഒക്കെ മധ്യത്തിലാണ് അവരായിരിക്കുന്നത്. ദൈവം അവരെ സൂക്ഷിക്കണമേ, അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ എത്രത്തോളം നന്നായിട്ടും ശ്രദ്ധിച്ചും അവരെ വളർത്തിയാലും അവരുടെ ജീവിതത്തിൽ ഏത് നിമിഷമാണ് വഴിമാറിപ്പോകുന്നത്, ഏത് സന്ദർഭത്തിലാണ് അവർ പഠിച്ചതെല്ലാം അറിഞ്ഞതെല്ലാം മറന്നു പോകുന്നതെന്ന് അറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരെ ദൈവികമായ കൃപയിൽ അവരെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ബുദ്ധിയും വിവേകവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ദൈവം ബുദ്ധിയോടെ വിവേകത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. 11ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി കുഞ്ഞുങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം നല്ല വിജയം നൽകുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 12ാം ക്ലാസ്സിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു. താല്പര്യത്തോടെ പഠിക്കുവാൻ എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുന്നവർ, മറ്റ് പലവിധമായ കോഴ്സുകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവം അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിഗ്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ പല നിലകളിൽ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. ഹൈദരാബാദിലും മറ്റ് സിറ്റികളിലും വിദേശത്തും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ. കുഞ്ഞുങ്ങളുടെ വഴികളെ ദൈവം സൂക്ഷിക്കണമേ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട്. അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ അവർ ഒരിക്കലും ദൈവത്തെ മറന്നു പോകാതെ, അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബത്തെ, മാതാപിതാക്കളെ ഒന്നും മറന്നു പോകാതെ, അവർ പഠിച്ച വിശ്വാസത്തിന്റെ ആത്മീയ പാഠങ്ങൾ മറന്നു പോകാതെ ദൈവം അവരെ കാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി പഠനമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ ഏൺ ചെയ്ത് തുടങ്ങുമ്പോൾ അവര് സമ്പത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരാതെ, കരിയർ വർഷിപ്പേഴ്സായി തീരാതെ, ജീവിതത്തെ സ്നേഹിപ്പാൻ, സമൂഹത്തോടും സഭയോടും ഒക്കെ കടപ്പാടുള്ളവരായി ജീവിപ്പാൻ അവരെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ഒരു ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടിട്ട് ഇനി എന്ത് എന്ന് ആശങ്കപ്പെട്ട്, സങ്കടപ്പെട്ട്, നിരാശയിലായി ദുഃഖിക്കുന്നവരുണ്ട്. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നവരുണ്ട്. മറ്റുള്ളവരെയൊക്കെ ഫേസ് ചെയ്യാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. ദൈവം
നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വൈകിയാലും നമുക്ക് വേണ്ടി അവൻ അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുന്ന നല്ല ദൈവമാണ്. ജോലിയില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലികൾ, വെറുതെ ഒരു ജോലിയല്ല, ദൈവം നൽകുമ്പോൾ അത് നന്മയുടെ നല്ല അവസരങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലികൾ ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലങ്ങളിലൊക്കെ പലവിധമായ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. സീനിയേഴ്സിന്റെ, ഓഫീസ് സ്റ്റാഫിന്റെ, കളീഗ്സിന്റെ, ബോസുമാരുടെ ഒക്കെ ഹരാസ്മെന്റും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നവരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. ഒട്ടനവധി ജോലി സ്ഥലങ്ങളിൽ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ധൈര്യപ്പെടുത്തണമേ. ഈ ലോകം ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞ ലോകമാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമല്ല. നമ്മളൊക്കെ പോരാടേണ്ടവരാണ്. അതുകൊണ്ട് ആ ഒരു ധൈര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ അനേകം പേരുണ്ട്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരുണ്ട്, വിവാഹപ്രായമായവരുണ്ട്. കുടുംബജീവിതത്തെ ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു തലമുറയാണ്. ദൈവം അവരോട് ഇടപെടണമേ. നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ്. എന്നാൽ കുടുംബം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. വേദനകളും സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം, എങ്കിലും അതൊരു വലിയ നന്മയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ജീവിത പങ്കാളികളെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർ. ദൈവം അവർക്ക് ജീവിത പങ്കാളികളെ ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി അവരെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ക്രൈസിസിലൂടെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിലൊക്കെ പ്രതികൂലങ്ങളൊക്കെ നേരിടുന്ന, ക്രൈസിസുകൾ നേരിടുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരുടെ പ്രയാസങ്ങളെയൊക്കെ ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. അപകടകരമായിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. വാഹനം ഓടിക്കുന്നവർ, മാനുവൽ ജോബ്സ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് റോഡിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ യാത്ര ചെയ്യുന്നവർ, അവരെല്ലാം ദൈവം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനർത്ഥങ്ങളൊന്നും ഉണ്ടാകല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകം സുരക്ഷിതമല്ല. നനച്ചിരിക്കാത്ത സമയത്ത് അപകടങ്ങളും ആക്സിഡന്റുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ലോകമാണ്. ദൈവം അവരെ എല്ലാം കാക്കണമേ, പരിപാലിക്കണമേ എന്ന്. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. വിവാഹം കഴിഞ്ഞ നാളുകളായിട്ട് അവര് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ചിലരെങ്കിലുമൊക്കെ പലരും ചികിത്സകളൊക്കെ ചെയ്യുന്നു. പലരും അവരുടെ ദുഃഖവും പ്രയാസവും ഒന്നും പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ വലിയ വേദനകളുണ്ട്. പലപ്പോഴും നമ്മളിൽ പലരും അവരുടെ വേദനകളും പ്രയാസങ്ങളും ഒന്നും മനസ്സിലാക്കാതെ അവരോട് ഇടപെടുന്നവരുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തതിനേക്കാളൊക്കെ വലിയ വേദനയാണ് പലപ്പോഴും. അതിനെക്കുറിച്ച് പല പ്രാവശ്യം ആവർത്തിച്ച് പരസ്യമായി സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടും. തലമുറകളൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. അത് ലഭിക്കാൻ വൈകുന്നവരാരും ഒരർത്ഥത്തിലും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകന്നു പോയവരല്ല. അവർക്കൊക്കെ ദൈവത്തിന്റെ കൃപ ലഭിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട്
അവർക്ക് തലമുറകളെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളിൽ പലർക്കും വൈകിയാണ് കുഞ്ഞുങ്ങളെ ഒക്കെ ലഭിച്ചത്. ദൈവം നമുക്ക് തരും വൈകിയാലും. വാർദ്ധക്യത്തിൽ സാറയ്ക്ക് ഇസഹാക്കിനെ നൽകുവാൻ ബലവാനായ ദൈവം, ആ ദൈവം ഇന്നും ശക്തനാണല്ലോ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ തലമുറകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രോഗികളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് ജെബി അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രതിസന്ധിയിലൂടെയാണ് പ്രിയ അങ്കിൾ കടന്നു പോകുന്നത്. രോഗം, അതിന്റെ ട്രീറ്റ്മെന്റ്, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ്. എന്നാല് പ്രിയദാസന് ദൈവം നൽകുന്ന വിശ്വാസം ആരെയും അറിയിക്കാതെ ദൈവസന്നിധിയിൽ കൂടി വന്ന് കർത്താവിനെ സാക്ഷിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കാണിക്കുന്ന വലിയ മനസ്സ് പ്രിയ ജപിയങ്ങളിന് ദൈവം പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്ഷീണങ്ങളെയും പ്രയാസങ്ങളെയും ബലഹീനതകളെയും ഒക്കെ അതിജീവിപ്പാൻ ദൈവം പ്രിയദാസനെ ബലപ്പെടുത്തണമേ. രോഗത്തിന്റെ എല്ലാ അവസ്ഥകളും സമ്പൂർണമായി മാറി പഴയതിനേക്കാൾ ആവേശത്തോടെ കൃപയോടെ ദേവാലയത്തിൽ നമ്മളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സൂസനാന്റെ പ്രത്യേകം ഓർക്കാം. ഈ നാളുകളിലൊക്കെ വേണ്ട ബലത്തോടെ പ്രിയദാസിയെ നിർത്തുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഷിബുവങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ക്ഷീണമുണ്ട് എങ്കിലും ആരാധനകളിലൊക്കെ മുടങ്ങാതെ വരുന്നു. ദൈവം പ്രിയദാസന് പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പൂർണ്ണ സൗഖ്യം നൽകണമേ. പ്രത്യേകിച്ച് എല്ലാവിധമായ ശാരീരികമായ ക്ഷീണങ്ങളും മാറ്റി കൂടുതൽ ഊർജത്തോടെ ജീവിപ്പാൻ പ്രിയ മകനെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് മുനിയാണ്ടി ഓർക്കാം. കർത്താവ് പ്രിയദാസിയെയും ഈ നാളുകളിൽ അമിതമായി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്റ്റീഫൻ കോശി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്കിളും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ഒരുപക്ഷെ കുറച്ചു നാൾ കൂടെ വിശ്രമം ആവശ്യമായി വന്നേക്കാം. പ്രിയദാസന് പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗത്തിന്റെ എല്ലാ അവസ്ഥകളുടെ മേലും അതിജീവിച്ച് അതിന്റെ മേലൊക്കെ ജയം പ്രാപിച്ച് ദേവാലയത്തിൽ കൂടുതൽ ശക്തിയോടുകൂടെ കർത്താവിനെ ആരാധിപ്പാൻ, ആരാധനയിൽ നമ്മളെയൊക്കെ നയിപ്പാൻ പ്രിയ മകനെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സൂസൻ ഐസക് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയദാസിയെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്നല്ലോ. പ്രിയ മകനെയും കൂടുതൽ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. സ്ട്രോക്കിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ബിജുവിന്റെ മാതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയദാസിയെ ബലപ്പെടുത്തണമേ, പൂർണ്ണ ആരോഗ്യവും ബലവും പ്രിയ മകൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡയാനയുടെ പിതാവിനെ പ്രത്യേകം ഓർക്കാം. സർജറി ഒക്കെ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഓടി നടക്കുവാൻ ദൈവം പ്രിയദാസനെ പ്രിയ മകനെ ഒരുക്കണമേ, ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ശാരീരികമായ അസ്വസ്ഥതകളോ ഭാരങ്ങളോ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ്, ഈ ചൂട്, ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളും, സ്കിന്നിന്റെ പ്രശ്നങ്ങൾ, ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ഇതെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. തങ്കമ്മ കോശി ആന്റിയെ ഓർക്കാം. കെ സി ചെറിയാൻ അങ്കിളിനെ ഓർക്കാം. ഓമന ആന്റിയെ ഓർക്കാം. സാലി അലക്സാണ്ടിയെ ഓർക്കാം.
തോമസ് ജോൺ അങ്കിളിനെ ഓർക്കാം. സാറാമ കുര്യൻ ആന്റിയെ ഓർക്കാം. ജെസി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിയെ ഓർക്കാം. രമണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെർലി ആന്റിയെ ഓർക്കാം. അങ്ങനെ പ്രായമായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിസി എബ്രഹാം ആന്റിയെ ഓർക്കാം. പ്രത്യേകിച്ച് പ്രിയ അങ്കിളിന്റെ പെട്ടെന്നുള്ള വേർപാടിന്റെ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ പ്രിയദാസി കടന്നു പോകുന്നു. സാബ് പ്രിയ മകളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ജേക്കബ് ആന്റിയെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഒരുപാട് രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും പ്രിയ അങ്കിളിനെ ദൈവം നാളുകളിലൊക്കെ ബലത്തോടെ നടത്തുന്നു. ഒരുപാട് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, എന്നാൽ മുടങ്ങാതെ ആരാധനയിലൊക്കെ പങ്കെടുപ്പാൻ ദൈവം പ്രിയദാസനെ സഹായിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കും. ലിലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കും. കുടുംബമായിട്ട് അവരെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. സുശീൽ ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആന്റിയും ഒരു ക്യാൻസർ സർവൈവറാണ്. അങ്കിളിന് ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. കർത്താവ് അവരെ ബലപ്പെടുത്തണമേ, ബലശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചാച്ചമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ഇരുവരെയും ഈ നാളുകളിൽ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ലിസി ആന്റിയെയും ഷമിലൂട്ടി അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ദൈവകൃപയും ഒക്കെ നൽകണമേ, പരിപാലിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് റജി ജോസഫ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞിടയ്ക്ക് കാലിന് അല്പസ്വല്പം സ്പ്രെയിനൊക്കെ ഉണ്ടായെങ്കിലും പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. ജെസി ജോസഫ് ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കൺജക്ടിവൈറ്റീസിന്റെ പ്രയാസം ഉണ്ടായിരുന്നു, ദൈവം സൗഖ്യം കൊടുത്തു. തുടർന്ന് ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സിംഗിൾ ആയിട്ടുള്ള വിഡോസ് ആയിട്ടുള്ളവരെ പ്രത്യേകം നമുക്ക് അന്നമ്മ ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുഷാമണി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. രത്ന ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയം ജേക്കബ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മോളി ജോർജ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മിണി ജോർജ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മേരി ജേക്കബ് ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. മറിയാമ എബ്രഹാം ആന്റിയെ പ്രാർത്ഥനയിൽ, ലില്ലി ആന്റിയെയും ബാബു അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ജേക്കബ് വർഗീസ് അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. CS ജോസഫ് അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരെയും ഓർക്കാം. ആലീസ് ആന്റിയെ, പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ചയ്ക്ക് കുറവുള്ള ആലീസ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കും. പേര് പറഞ്ഞ കൂട്ടത്തിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കാം. നമ്മളോട് വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യപ്പെട്ട പലരുമുണ്ട്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പലരുമുണ്ട്. ഒരുപക്ഷെ ഒരു പരസ്യമായി പേര് പറയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലാവാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ, ശാരീരികമായ സൗഖ്യം, കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ, അങ്ങനെ പലതരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം അവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ വിശ്വാസ സംഘടന പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം.
സൺഡേ സ്കൂളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗായക സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൂത്ത് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈടെക് സിറ്റി സാറ്റലൈറ്റ് ഏരിയ പ്രെയർ ഗ്രൂപ്പിനെയും പ്രത്യേകിച്ച് അവിടുത്തെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. അവിടെയുള്ള ആരാധന ശക്തിപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പാഴ്സനേജിന്റെ റെനോവേഷൻ കാര്യങ്ങളിലൊക്കെ ഡയോസിസ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലേക്ക് നിയോഗിതനായിരിക്കുന്ന എബിഎസിനെ കുടുംബമായിട്ട് ഓർക്കാം. ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രയാസപ്പെടുന്ന, വിഷമം അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണ സംവിധാനങ്ങളെ നമുക്ക് ഓർക്കാം. കഷ്ടത അനുഭവിക്കുന്ന പ്രത്യേകിച്ച് മൈനോറിറ്റീസ് ആയിട്ടുള്ള എല്ലാ സമൂഹങ്ങളെയും നമുക്ക് ഓർക്കാം. ക്രൈസ്തവ സഭകളെ, മിഷണറി പ്രവർത്തനങ്ങളെ ഒക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങളൊക്കെ കർബ് ചെയ്യുന്ന ഒരുപാട് ബില്ലുകളൊക്കെ അവതരിപ്പിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട് നീതിയുക്തമായി ഭരണം നിർവഹിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബിഷപ്സിനെയും ശുശ്രൂഷക സമൂഹത്തെയും സഭകളെയും ജനങ്ങളെയും എല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കും. നമ്മുടെ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായി ഈ ദേശത്ത് നിലകൊള്ളുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് യുദ്ധക്കെടുതിൽ അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും നമുക്ക് ഓർക്കാം. മിഡിൽ ഈസ്റ്റില് ഇറാൻ, ഇസ്രായേൽ, പലസ്തീൻ, ലിബിയ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഉക്രൈൻ, അവിടെ എല്ലാം സമാധാനവും നീതിയും പുലരുവാൻ, യുദ്ധങ്ങളൊക്കെ നിർത്തൽ ചെയ്യപ്പെടുവാൻ ദൈവം പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരുമുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ ജീവിക്കുന്നവർ. ദൈവം നമ്മുടെ ലോകത്തെ സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവർ, നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നവർ, നമ്മുടെ കരുതൽ അർഹിക്കുന്നവരെല്ലാം നമുക്ക് ഓർക്കാം. ആരുടെയെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളോ പേരുകളോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് ഓർക്കാം. സ്വന്തമായിട്ട് വീടില്ലാത്തവർ, നാടുകളായി വാടക വീട്ടിൽ പാർക്കുന്നവർ, സ്വന്തമായിട്ട് 4-വീലർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രശ്മി നമ്മുടെ പ്രാർത്ഥനയിൽ നയിക്കും.
സ്തോത്രം കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ദൈവമേ. ഞങ്ങൾക്ക് ഇന്ന് പകൽ സമയത്ത് ദൈവമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ദൈവമേ. ദൈവമേ കഴിഞ്ഞ ആഴ്ചക്കാലങ്ങളെല്ലാം ദൈവമേ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ദൈവമേ. പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും ദൈവമേ, പെട്രോളിന്റെ ബുദ്ധിമുട്ടുകൾ, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ, എങ്ങനെ പള്ളിയിൽ വരും, ഈസ്റ്ററിന് എങ്ങനെ വരും എന്നൊക്കെ ചിന്താകുലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ ദൈവമേ. അതിന്റെയൊക്കെ മധ്യേ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവമേ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ദൈവമേ ഞങ്ങൾക്ക് പള്ളിയിൽ വരുവാനും ആരാധിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ദൈവമേ. ഈ ചൂടിൻ്റെതായ പ്രയാസങ്ങളെല്ലാം ഉണ്ട് കർത്താവേ ദൈവമേ. ഈ ചൂടിന്റെ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഫുഡെല്ലാം വിറകടുപ്പിലെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന അവര് ബാബു അങ്കിളിനെ എല്ലാം അവരുടെ ടീമിനെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ദൈവമേ ഈ വെയിലത്ത് ദൈവമേ ഈ ചൂടിൽ വെയിലത്ത് ദൈവമേ ജോലി ചെയ്യേണ്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ സമയത്ത് കർത്താവേ ഓരോ ദിവസം ഈ ഈ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് തരണം ചെയ്യുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ കർത്താവേ. ഓരോ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങളുടെ പള്ളിയിലെ ഓരോ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള എല്ലാ അപ്പച്ചനമ്മച്ചിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. പ്രത്യേകിച്ച് ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സർജറി കഴിഞ്ഞിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാവർക്കും പൂർണ്ണ സൗഖ്യം, ആരോഗ്യം, വിടുതൽ എത്രയും പെട്ടെന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നീ സൗഖ്യദായകനാണല്ലോ കർത്താവേ ദൈവമേ. എത്രയും പെട്ടെന്ന് ദൈവമേ പൂർണ്ണ ആരോഗ്യം വിടുതലും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങളുടെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. തനിച്ചായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ അവർക്ക് ദൈവമേ നീ ആവശ്യമായിട്ടുള്ള ദൈവിക കൃപയും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങളുടെ പള്ളിയിലെ വിവിധ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇപ്പൊ 10th ഒക്കെ റിസൾട്ട് വന്നല്ലോ, പലർക്കും നല്ല റിസൾട്ട് കേൾക്കുവാൻ തക്കണം ദൈവമേ. കൃപ കൊടുത്തതിനായിട്ട് സ്തോത്രം ദൈവമേ. 11th എല്ലാം റിസൾട്ട് വന്നല്ലോ. ഇനി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ 10th 12th പ്രവേശിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഈ പല ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഈ സമയത്ത് ദൈവമേ അവര് ഫോക്കസ്ഡ് ആയിട്ട് ദൈവമേ അവർ പഠിക്കുവാനും ദൈവമേ റെസ്പോൺസിബിൾ മക്കളായും അവരുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി അവരുടെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമുള്ള മക്കളായി വളർന്നു വരുവാൻ തക്കോണം ദൈവമേ നീ കൃപ ചെയ്യണമേ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ. മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ള നല്ല പൈതങ്ങളായി വളർന്നു വരുവാൻ തക്കോണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പൊ അവർക്ക് വെക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ദൈവമേ അവരെല്ലാം കാത്തു പരിപാലിക്കണമേ. ആപത്തുകളിൽ നിന്നെല്ലാം അവരെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പലരും പല യാത്രകളിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ദൈവമേ. നാട്ടിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ ദൈവമേ. അവരുടെയൊക്കെ യാത്രയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സന്തോഷത്തോടെ പോയിട്ട് വരുവാൻ, അവരുടെ സ്നേഹം പങ്കുവെക്കുവാൻ മാതാപിതാക്കളുടെ കൂടെ റിലേറ്റീവ്സിന്റെ കൂടെ എല്ലാം നല്ല സമയം ചെലവഴിച്ച് വരുവാനെല്ലാം ദൈവമേ നീ കൃപ കൊടുക്കണമേ. യാത്രയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകിച്ചും ദൈവമേ ഞങ്ങളുടെ യൂത്തിലെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് പലർക്കും പരീക്ഷയൊക്കെ നടക്കുന്നല്ലോ കർത്താവേ. ഏറ്റവും നല്ലതായിട്ട് പഠിക്കുവാനും നല്ലതായിട്ട് പരീക്ഷ എഴുതുവാനും നല്ല റിസൾട്ട് വാങ്ങുവാനും എല്ലാം ദൈവമേ നീ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. തക്ക സമയത്ത് നല്ല ജോലി കിട്ടുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ. നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്നിലുള്ള വിശ്വാസം, നിന്നിലുള്ള ആശ്രയം ഒരിക്കലും കൈവിടാതെ ദൈവം എപ്പോ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യാശയോടായിരിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യങ് കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ യങ് കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെ കുടുംബജീവിതം ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ. അവരുടെ കരിയർ, അവരുടെ സ്പിരിച്വൽ ലൈഫ്, അവരുടെ ഫാമിലി ലൈഫ് ഏറ്റവും നല്ലതായിട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവരായി ദൈവമേ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ അവർക്ക് കൃപ കൊടുക്കണമേ. സമൂഹത്തിന് മാതൃകയായി ജീവിക്കാൻ തക്കവണ്ണം ദൈവമേ നീ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് നല്ല സന്തോഷ വാർത്ത കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടങ്ങളിൽ നിന്നെല്ലാം അവരെ കാത്തു പരിപാലിക്കണമേ.
ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. നീ കൊടുത്തിരിക്കുന്ന എല്ലാ താലന്തുകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുവാൻ തക്കോണം നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വീട് വീട് നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. തക്ക സമയത്ത് നല്ല അതിനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണമേ. അതിന് ആവശ്യമായിട്ട് എല്ലാ കൃപയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വുമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ വുമൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലിയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ ദൈവമേ. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കോണം ദൈവമേ നീ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കുടുംബജീവിതം ദൈവമേ അവരാണല്ലോ അതിന്റെ വിളക്കാണല്ലോ കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ. ഏറ്റവും സന്തോഷത്തോടു കൂടെ അവരുടെ ജോലികൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ. പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മധ്യേ ദൈവമേ നീ അവരെല്ലാം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവമേ എല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഈ വാർ എത്രയും പെട്ടെന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ പലരും ആശങ്കയിലാണല്ലോ ജീവിക്കുന്നത് കർത്താവെ. അതെല്ലാം മാറുവാനും ദൈവമേ സമാധാനത്തോടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ കൃപയും ദൈവമേ എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മിഷണറി മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവര് ഈ പല പ്രതിസന്ധികളിലും പ്രതികൂല അവസ്ഥയിലെല്ലാം ദൈവമേ നിന്നിലുള്ള വിശ്വാസം ദൈവമേ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ കൃപയും കൊടുക്കണം. അത്ഭുതമായി അതിശയകമായി ദൈവമേ നീ അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പിന് വേണ്ടി എല്ലാ പട്ടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. നീതിയോടും ന്യായത്തോടും കൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റി മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെ എല്ലാ പ്രവർത്തനവും നീ കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ അച്ഛനെയും കൊച്ചമ്മയും ഫാമിലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവർക്ക് ബോംബെ വരെ പോയി വരുവാൻ ദൈവമേ യാത്രയിലെല്ലാം നിന്റെ സാന്നിധ്യം നീ കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ദൈവമേ തുടർന്നും ദൈവമേ അവരുടെ വിസ പ്രോസസ്സിൽ ഇന്റർവ്യൂ എല്ലാം നടക്കാൻ ദൈവമേ അതിന്റെ യാത്രയിലും അതിന്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം. ഇത്രത്തോളം അവരെ ശുശ്രൂഷയിൽ ഏറ്റവും മനോഹരമായിട്ട് നീ വഴി നടത്തുന്ന വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർന്നും ദൈവമേ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടെ അവർക്ക് സേവിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവര് നല്ല പൈതങ്ങളായി വളർന്നു വരുവാൻ തക്കവണ്ണം അവരുടെ ഭാവിയെല്ലാം ഏറ്റവും അനുഗ്രഹമുള്ളതാകുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. വരാൻ പോകുന്ന എബി അച്ഛനു വേണ്ടി കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ ദൈവമേ. ഇത്രത്തോളം ദൈവമേ നീ ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ദൈവമേ. ഈ പ്രാർത്ഥനാ കൂട്ടത്തിലെ ഓരോ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെ പല പല ചിന്താകുലങ്ങളും പല ആവശ്യങ്ങളും എല്ലാം ഉണ്ടല്ലോ കർത്താവെ. അതെല്ലാം നീ അവരെ അനുഗ്രഹിച്ച് അവരുടെ എല്ലാ ചിന്തകളും നീ മാറ്റി അവർക്ക് സന്തോഷവും സമാധാനവും ദൈവിക സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളിപ്പോൾ വചനം കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാം എത്രത്തോളം വഴി നടത്തുന്ന എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷ കൃപയോടെ കേൾക്കണമേ. ആമേൻ. എന്നിയുള്ളതുപോൽ അറിയും എന്റെ യേശുവിൻ സന്നിധിയിൽ അവദാനങ്ങൾ കീർത്തിച്ചിടും എന്റെ ആയുസ്സിൻ നാളുകളെല്ലാം. എന്നിയുള്ളതുപോൽ അറിയും എന്റെ യേശുവിൻ സന്നിധിയിൽ അവദാനങ്ങൾ കീർത്തിച്ചിടും എന്റെ ആയുസ്സിൻ നാളുകളെല്ലാം. ലോകജീവിത ഭാരം പോലെയുന്ന വേളകളിൽ ലോകജീവിത
ഭാരം പോലെയുന്ന വേളകളിൽ എന്നെ സ്നേഹിക്കുവാൻ നിത്യം കരുതിയിടുവാൻ മഹൽ സ്നേഹമാം യേശുവുണ്ട്. എന്നെ സ്നേഹിക്കുവാൻ നിത്യം കരുതിയിടുവാൻ മഹൽ സ്നേഹമാം യേശുവുണ്ട്. എന്നെ ഉള്ളതുപോൽ അറിയും എന്റെ യേശുവിൻ സന്നിധിയിൽ അവതാരി കീർത്തിച്ചിടും എന്റെ ആയുസ്സിൻ നാളുകളെല്ലാം. ഇരുൾ താഴ്വര കടന്നിടുവാൻ ഏകനൈകത്തിൽ ഇരുൾ താഴ്വര കടന്നിടുവാൻ ഏകനൈകത്തിൽ ഏതോ നേരത്തിലും ചാരി യേശുവുണ്ട് എന്റെ പാതയിൽ ദീപമായി. ഏതോ നേരത്തിലും ചാരി യേശുവുണ്ട് എന്റെ പാതയിൽ ദീപമായി. എന്നെയുള്ളതുപോൽ അറിയും എന്റെ യേശുവിൻ സന്നിധിയിൽ അവതാരങ്ങൾ കീർത്തിച്ചിടും എന്റെ ആയുസ്സിൻ നാളുകളെല്ലാം. ഇത്ര നന്ദി വേറെ ആരും ഭൂതലത്തിൽ ഇത്ര നന്ദി വേറെ ആരും ഭൂതലത്തിൽ ബലമേകിടും താൻ വിജയോത്സവമായി പുലർത്തും. ബലഹീനതയിൽ ബലമേകിടും താൻ വിജയോത്സവമായി പുലർത്തും. എന്നെയുള്ളതുപോൽ അറിയും എന്റെ യേശുവിൻ സന്നിധിയിൽ അവതാരി കീർത്തിച്ചിടും എന്റെ ആയുസ്സിൻ നാളുകളെല്ലാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മള് കാലാവസ്ഥ അത്ര അനുകൂലമല്ല നമുക്ക് ആർക്കും. സൗത്ത് ഇന്ത്യ ആകമാനം ഒരു ഹൈ ടെമ്പറേച്ചറാണ്, സമ്മറാണ്. പകൽ സമയങ്ങളിലൊക്കെ ഭവനത്തിലിരിക്കാനും പുറത്തിറങ്ങാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്, രാത്രിയിലുമൊക്കെ. ഒരു ഒരാഴ്ചയിലധികം ഈ ഒരു സവിശേഷമായ കാലാവസ്ഥ സാഹചര്യം തുടരുമെന്നാണ് പൊതുവെ പറയുന്നത്, പൊതുവെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ആരോഗ്യത്തിനു വേണ്ടിയിട്ട്, സുഖത്തിനു വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുറത്തൊക്കെ പോകുന്നവരൊക്കെ വേണ്ട ഒരുക്കത്തോടെ പോയി സുരക്ഷിതരായിരിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വളരെ അല്ലാതെ തന്നെ സഭയായി വളരെ തിരക്കുള്ള ദിവസങ്ങളാണ്.
കഴിഞ്ഞ ആഴ്ച നമ്മുടെ 4ാമത് ഇടവക ദിനം, പ്രത്യേകിച്ച് പാരിഷ് ഡേ, ഡെഡിക്കേഷൻ ഡേ, ചർച്ച് ഡെഡിക്കേഷൻ ഡേ നമ്മൾ ആചരിച്ചു. നമ്മുടെ മുൻ വികാരിയായിരുന്ന വില്യം എബ്രഹാം അച്ഛനും കുമാരി കൊച്ചമ്മയും കുടുംബമായി 3-4 ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. സന്തോഷകരമായ ഒരു ഞായറാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ. അച്ഛൻ സുരക്ഷിതമായി ഭവനത്തിൽ ചെന്നു. യാത്രയും ഭക്ഷണവും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ കൊച്ചമ്മയ്ക്ക് ഉണ്ടാക്കിയെങ്കിലും നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അത്. മറ്റൊരു വീക്കെൻഡിലേക്ക് നമ്മൾ എത്തുന്നു. ഈ ഞായറാഴ്ചയും നമുക്ക് ആരാധനയില് ഒരു ഗസ്റ്റ് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയില് ആരാധനയിൽ സംബന്ധിച്ചവരോട് പറഞ്ഞിരുന്നു, CSA മലയാള മഹായിടവയില് വളരെ പൗരാണികമായ, വളരെ ഹിസ്റ്റോറിക്കലി വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് റാന്നി വഴഞ്ചേരിക്ക് ഇടയ്ക്കുള്ള ഐരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളി. 1873 സ്ഥാപിതമായ മിഷണറി കെയ്ലി, ആർച്ച് ഡീക്കൻ കെയ്ലി സ്ഥാപിച്ച ഒരു പള്ളിയാണ്. നമ്മുടെ CSA മഹായിടവകയുടെ മുൻ ബിഷപ്പ് അഭിമന്യ TS ജോസഫ് തിരുമേനിയുടെ മാതൃഇടവകയാണ്. ഒരുപാട് ശ്രേഷ്ഠരായ വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ഉപദേശിമാരും ഒക്കെ ഉള്ള ഒരു സഭ. അതിന്റെ പള്ളി വളരെ ശോചനീയമായ ഒരു നിലയിലായിരുന്നു. അവരത് പൊളിച്ചു മാറ്റി 2017 പുതിയ പള്ളിയുടെ പണിയൊക്കെ തുടങ്ങി. പക്ഷെ ഇതുവരെ ആയിട്ടും പള്ളിയുടെ പണിയൊന്നും എത്തിയില്ല. ഇതുപോലെ സാമ്പത്തികമായ ക്ലേശവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സഭയാണ്. അവിടുത്തെ അച്ഛൻ PS ജേക്കബ് അച്ഛൻ ഈ ഞായറാഴ്ച വരും. ഇത് എപ്പോഴും എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കാശിനെ കുറിച്ച്, പിരിവിനെ കുറിച്ചൊക്കെ പറയുന്നതിൽ വലിയ വിഷമമുണ്ട്. ഞാൻ പിരിവിനെ കുറിച്ച് അങ്ങനെ പറയാറില്ല. കാര്യങ്ങൾ പറയത്തേ ഉള്ളല്ലോ, അറിയാലോ. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്നിടത്തോളം സഹായം ചെയ്യണം. നമ്മളെ കൊണ്ടാവുന്നത്, ചെറുതാണെങ്കിലും വലുതാണ്. മറ്റുള്ളവരുടെ മക്കളോടൊക്കെ പറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജോലിയുള്ളവര്, ദൂരെയുള്ളവരോടൊക്കെ പറഞ്ഞ് അച്ഛൻ വരുമ്പോ ഒരു പള്ളി പണിയാനല്ലേ, മറ്റൊന്നുമല്ല. പള്ളി നമുക്ക് ഒരു സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് പള്ളി. നമുക്കൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ചാപ്പലിലൊക്കെ വർഷിപ്പ് ചെയ്തു. അതിനു മുമ്പ് ട്വിൻ സിറ്റിയിൽ 2 ആഴ്ച, അപ്പുറത്തും സെന്റ് ജോർജില് 2 ആഴ്ച, സെന്റ് ജോൺസില്. നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്നത്, അതുപോലെ തന്നെ മക്കളോടൊക്കെ വിദേശത്തും സ്വദേശത്തും ജോലിയിലും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അവരെ കൊണ്ട് എന്തെങ്കിലും ചെറിയ സഹായം, അച്ഛനൊരു സഹായം അഭ്യർത്ഥിച്ച് വരുമ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ. നമ്മൾ മിഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഒക്കെ ആവശ്യമാണ്. നിങ്ങളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണരുത്. കഴിയുന്നിടത്തോളം എല്ലാവരും പള്ളിയിൽ വരണം. അതുകൂടാതെ തന്നെ നമ്മുടെ CMS കോളേജിന്റെ ഒരു റിട്ടയർഡ് അധ്യാപകൻ, നിങ്ങൾക്കൊക്കെ അറിയാം, ജേക്കബ് കുന്നത്ത്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യാപകനാണ്. അദ്ദേഹം നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കും. അദ്ദേഹം ഒരു CMS കോളേജ് അലുമിനി അസോസിയേഷൻ ഹൈദരാബാദിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യത്തോടാണ് വരുന്നത്. അപ്പം അതിന്റെ എല്ലാവരും CMS കോളേജിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കടന്നു വന്ന് സാറിനെയൊക്കെ കണ്ട് അതിന്റെ ഒരു ഇനീഷ്യൽ ഒരു അലുമിനി ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ്. നമ്മുടെ മറ്റ് സഭകളിലും നമ്മുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ടാവുമല്ലോ ഹൈദരാബാദ്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് സന്തോഷമുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് മൊബൈലും ഒക്കെ നോക്കി റീൽസും ഒക്കെ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രോഗത്തെ കുറിച്ച് ഓർത്ത്, മറ്റു പല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ്. സോ ദാറ്റ് വി ക്യാൻ കീപ് ourselves lively, healthy. അപ്പൊ അതിനെ ദൈവം നമ്മളെല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഒക്കെ ജീവിതത്തില്, എല്ലാവരുടെയും ജീവിതത്തില് ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും വളരെ പൊതുവാണ്. ക്രൈസിസസ് ആർ സോ കോമൺ.
അല്ലേ? കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ വി വിൽ ഹാവ് സംതിങ്. അതൊരു പക്ഷെ രോഗമാകാം, ദുഃഖമാകാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രയാസമാകാം. സോ എല്ലാം ഇപ്പോഴും തിങ്സ് ആർ നോട്ട് നോർമൽ, നോട്ട് ദ സെയിം എവറി ടൈം ഇൻ അവർ ലൈഫ്സ്. ആരുടെയും ജീവിതത്തിൽ എത്ര വലിയവരും സമ്പന്നരും ദരിദ്രരും ഏത് സമൂഹത്തിലുള്ളവരാണെങ്കിലും, സമൂഹത്തിൽ ഏത് തലത്തിലുള്ളവരാണെങ്കിലും, ഏത് തട്ടിലുള്ളവരാണെങ്കിലും, ഒരർത്ഥത്തിലല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സങ്കീർണതകളും സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇറ്റ്സ് കോമൺ. ക്രൈസിസസ് ആർ വെരി കോമൺ. നമ്മളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, രാജ്യവ്യാപകമായി അന്തർദേശീയ തലത്തിൽ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ക്രൈസിസുകളൊക്കെ ഓരോരോ കാലഘട്ടങ്ങളിൽ അങ്ങനെ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് സഭയെ സംബന്ധിച്ചും വിശ്വാസികളെ സംബന്ധിച്ചും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അതൊരു പൊതുവായ ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ന്യൂ ക്രൈസിസസ് വിൽ ഇവോൾവ്. നമ്മൾ ഉണ്ടാക്കുന്നതാണോ അതോ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരുന്നതാണോ അതോ നമ്മൾ ജീവിക്കുന്ന സമൂഹം ഉണ്ടാക്കുന്നതാണോ? ഒരുപക്ഷെ അതിലൊക്കെ ഡിഫറൻസസ് ഉണ്ടാകാം. നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും, രോഗം, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രയാസങ്ങൾ. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? രോഗമില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് രോഗമില്ലാതിരിക്കാൻ. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രയാസമോ പ്രതികൂലമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കാറില്ലല്ലോ, അല്ലേ? ബോധപൂർവം ചിലരൊക്കെ ഉണ്ട്, ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാലും സാമാന്യ ബുദ്ധിയുള്ളവര്, ജ്ഞാനമുള്ളവര്, നല്ല വെളിവ്, നമ്മൾ മലയാളത്തിൽ വെളിവും വെള്ളിയാഴ്ച ഉള്ളവര് സ്വാഭാവികമായിട്ട് എന്താണ്, കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒരു പ്രശ്നം ഉണ്ടാകാതെ നമ്മൾ നോക്കും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി, പ്രതികൂലങ്ങൾ ഒഴിവാക്കി, രോഗം ഒഴിവാക്കി, ബുദ്ധിമുട്ട് ഒഴിവാക്കി മുൻപോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു മിനിമം എക്സ്പെക്ടേഷൻ അതാണ്. അപ്പോൾ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ദിവസം പ്രയാസമില്ലാതെ, പ്രതികൂലമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോവുക. നമ്മളങ്ങനെ ചെയ്താലും അങ്ങനെ ജീവിച്ചാലും ചില സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സസ് മേ ഇൻഫ്ലിക്ട് ഇഷ്യൂസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് ക്രൈസിസ് ഓൺ us, അല്ലെ? പലപ്പോഴും പുറത്തു നിന്നുള്ള പ്രയാസങ്ങൾ വരാം. ഇപ്പൊ നമ്മുടെ മക്കള് പലരും ഗൾഫിലൊക്കെ ജീവിക്കുന്നു. ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ട്. നമ്മളുണ്ടാക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ആ പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു കൺസേൺ, അതൊരു ക്രൈസിസാണ്. നമ്മളുണ്ടാക്കിയതല്ല, എക്സ്റ്റേണൽ തിങ്സ്. നമ്മുടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ എലീശയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. എലീശ പ്രവാചകന്റെ ജീവിതം. എലീശ പ്രവാചകന്റെ ജീവിതവും എലീശ പ്രവാചകന്റെ സമയത്ത് ഇസ്രായേൽ ജനതയുടെ ജീവിതവും സമാനമായ ഒരു സാഹചര്യമാണ്. അതായത് ഇസ്രായേലിനെതിരെ അരാം രാജാവ് യുദ്ധത്തിന് വരുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്നത് 8-ാമത്തെ വാക്യം മുതൽ. ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി, അല്ലേ? അതൊരു ക്രൈസിസാ, ഒരു സോഷ്യൽ ക്രൈസിസാ, ഒരു നാഷണൽ ക്രൈസിസാ. വാർ ഇസ് എ നാഷണൽ ആൻഡ് സോഷ്യൽ, മേ ബി എ ഗ്ലോബൽ ക്രൈസിസ്. എന്തിനാണെന്നൊന്നും നമുക്കറിയത്തില്ല. അവിടെ ഒരു ദിവസം വായിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇന്നത്തെ പല യുദ്ധങ്ങൾക്കും യുദ്ധം നടത്തുന്നവർക്കും ഒന്നും ഒരു കാരണവും അറിയത്തില്ല എന്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ജനം ഒരു ക്രൈസിസിലായി. യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു ക്രൈസിസ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ കുറ്റം ചെയ്തിട്ടൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസം ഉണ്ടാവും. നമ്മുടെ രോഗം, നമ്മുടെ സമാധാനം, നമ്മുടെ ദുഃഖം, നമ്മുടെ പ്രയാസം. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശപിക്കേണ്ട ഒരു കാര്യമില്ല. മറ്റുള്ളവരെ ശപിക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് കോമൺ. ക്രൈസിസസ് ആർ വെരി കോമൺ.
അപ്പോ ഇസ്രായേൽ രാജാവ് ഇസ്രായേലിനെ എങ്ങനെ ആക്രമിക്കണമെന്ന് അരാം രാജാവ് പ്ലാൻ ചെയ്യുക, അല്ലെ, സ്ട്രാറ്റജി. എവിടെ നിന്നെല്ലാം ഈ ഇസ്രായേലിനെ നമ്മൾ ആക്രമിക്കണം? 8-ാമത്തെ വാക്യം വായിക്കുന്നത്. ഇത് കേട്ടപ്പോ ഇസ്രായേലിന്റെ രാജാവ് പേടിച്ചു. അരാമ്യർ അല്ലെങ്കിൽ സിറിയൻ ആർമി ഈസ് എ പവർഫുൾ ആർമി. എപ്പോഴും ഇസ്രായേലിയർക്ക് കുഴപ്പമുണ്ടാക്കുന്ന, ശല്യം ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആർമി നിരന്തരമായി. എല്ലാ രാജാക്കന്മാരുടെ സമയത്തും ഇവര് സിറിയക്കാരുമായിട്ട് അരാമ്യരുമായിട്ട് ബഹളമുണ്ട്, കോമൺ. അപ്പോ ഈ സമയത്ത് എന്താ ചെയ്യുന്നത്? എലീശ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഇന്ന ഇന്ന സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കണം, അവിടെ നിന്നൊക്കെ ആള് കയറും, ആ അതിർത്തി കൂടെ ഇവിടെ നുഴഞ്ഞു കയറും, ഈ ഭാഗത്തൂടെ വരും, അതുകൊണ്ട് അവിടെ എല്ലാം നിങ്ങൾ പട്ടാളത്തെ ശക്തമാക്കണമെന്ന് എലീശ പ്രവാചകൻ താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന, ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ആള് പറഞ്ഞയച്ച് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ പല പ്രാവശ്യം ഇസ്രായേലിനെ, ജനതയെ എലീശ രക്ഷിച്ചു. അതൊരു ശുശ്രൂഷകന്മാരുടെ, പ്രവാചകന്മാരുടെ ചുമതലയാണ്, നേതാക്കന്മാരുടെ ചുമതലയാണ്, ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ, അല്ലെ? ഒരു അച്ഛൻ പള്ളിയിൽ വരുമ്പോ അച്ഛന്റെ ഏറ്റവും പ്രാഥമികമായ ചുമതലയാണ് ആ ദേവാലയത്തിലെ, സഭയിലെ ജനങ്ങളുടെ ആത്മീയമായ സുരക്ഷ. അവരൊക്കെ രക്ഷിക്കപ്പെടണം, കർത്താവിനെ അറിയണം, നല്ലത് ചെയ്യണം, നന്മ ചെയ്യണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്, അല്ലെ? The protection of the people of God is the primary concern of pastoral ministry. അപ്പോൾ ആ തരത്തിൽ എലീശ തന്റെ ശുശ്രൂഷ ചെയ്യുകയാണ് അവിടെ. അരാം രാജാവ് തന്റെ ഭൃത്യന്മാരുമായി, തന്റെ സോൾജേഴ്സുമായി, തന്റെ ക്യാബിനറ്റുമായി എങ്ങനെ ഇസ്രായേലിനെ കീഴടക്കാമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എലീശ തന്റെ സ്ഥലത്തിരുന്നു കൊണ്ട് അറിഞ്ഞ് അതനുസരിച്ച് തന്റെ രാജ്യത്തെ സുരക്ഷയെ ബലപ്പെടുത്തുന്നു, ജനങ്ങളെ രക്ഷിക്കുന്നു. ഇത് കേട്ടപ്പോ രാജാവിന് വലിയ വിഷമമായി. കാരണം താൻ ചെയ്യുന്ന പ്ലാനുകളെല്ലാം പൊളിയുക. അപ്പോ സ്വാഭാവികമായിട്ടും രാജാവ് സംശയിച്ചു, കൂട്ടത്തിൽ നിന്ന് ആരോ ഒരാൾ ഒറ്റുന്നുണ്ട്, ഞാനിവിടെ പറയുന്ന എല്ലാം അവിടെ. അപ്പൊ അത് മനസ്സിലാക്കിയ ഈ അരാം രാജാവിന്റെ സേവകന്മാർ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് ആരുമല്ല ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ കേൾക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, എലീശ. നമ്മള് രാജാവിന്റെ റൂമിനകത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന കാര്യമൊക്കെ അവിടെ എലീശ കേൾക്കുന്നുണ്ട്. എലീശ കേട്ടിട്ട് അവിടെ രാജാവിനോട് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അതിന് എതിരായിട്ട്, അതിന് ബദലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അരാം രാജാവ് ഇസ്രായേലിനെ വിട്ടിട്ട് എലീശയുടെ പുറകെ പോയി, അല്ലെ? സത്യത്തിൽ പലപ്പോഴും നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ പൊതുവായ ശുശ്രൂഷകൾക്ക്, പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോ അങ്ങനെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവരാണ് പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. സത്യത്തിൽ എലീശ ഇസ്രായേൽ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, വിടുതലിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ്. ദൈവം എലീശയെ തെരഞ്ഞെടുത്തു. പക്ഷേ അൾട്ടിമേറ്റ്ലി എലീശ ഈസ് ബിക്കമിങ് ദ വിക്ടിം. അരാം രാജാവ് എലീശയെ പിടിക്കാൻ, എലീശയെ കടന്നു പിടിക്കാൻ, എലീശയെ കീഴ്പ്പെടുത്താൻ, എലീശയെ ശിക്ഷിക്കാനായിട്ട് ആളിനെ അയക്കുകയാണ്. ഇതൊരു ശുശ്രൂഷകരുടെ, ദൈവമക്കളുടെ ഒരു വലിയ ലോട്ടാണ്, അല്ലെ? ഒരു ഫെയ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ ഒരു നിയോഗം അതാ. നമ്മള്
മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും സുരക്ഷയ്ക്കും വിടുതലിനും വീണ്ടെടുപ്പിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടും. അതിനോട് താല്പര്യമില്ലാത്തവർ, അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് തിരിച്ചറിയുന്നവർ എന്ത് ചെയ്യും? തങ്ങളുടെ പദ്ധതികളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തകർക്കാൻ ശ്രമിക്കും. അതാണ് അരാം രാജാവ് ചെയ്തത്. When we join with the purpose of God, the will of God, there will be forces that will challenge us, that will try to destroy us. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അതൊരു ക്രൈസിസാണ്. സൊസൈറ്റി ഈസ് ഫേസിങ് എ കോമൺ ക്രൈസിസ് അല്ലെ? ഇസ്രായേൽ ജനത അരാമ്യ രാജാവിന്റെ ആക്രമണം എന്ന് പറയുന്ന ഒരു പൊതുവായ ഭീഷണി നേരിടുക. ആ പൊതുവായ ഭീഷണിയെ നേരിടാൻ അവരെ ഏറ്റവും അധികം സഹായിക്കുന്നത് എലീശയാണ്. പക്ഷെ എന്നാൽ അതുകൊണ്ട് തന്നെ എലീശയുടെ ജീവിതത്തിൽ ഒരു പുതിയ സംഘർഷം, ഒരു പുതിയ ക്രൈസിസ്. എലീശ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. എലീശ പിടിക്കാനായിട്ട് അരാമ്യ രാജാവ് ഇറങ്ങിത്തിരിക്കും. ഇത് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെ തേടി പിടിച്ച് ഹരാസ് ചെയ്യുന്നവർ, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നവർ, അവരെ ഓണർ കില്ല് ചെയ്യുന്നവർ അല്ലെ? അടുത്തിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹോദര പട്ടക്കാരന് സമാനമായ ഒരു സാഹചര്യം. നമുക്ക് സത്യാവസ്ഥ അറിയില്ല. ഐ എം നോട്ട് ജസ്റ്റിഫൈയിങ്, ഐ എം നോട്ട് ഡിവിനൈസിങ് വാട്ട് ഇഫ് ഹി ഹാസ് ഡൺ, ബട്ട് വി ആർ നോട്ട് ഷുവർ ഇഫ് വെദർ ഹി ഹാസ് ഡൺ ഓർ. പക്ഷെ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ അദ്ദേഹം വളരെ നല്ല ഒരു പട്ടക്കാരൻ. നമ്മുടെ അനുഭവം പറയുന്നത് കേട്ടോ, ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമാണ്. ഞാൻ ജാമ്യം എടുക്കുവോ ഒരാളെ ന്യായീകരിക്കാനോ പറയണ്ട. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെ, അവരുടെ ജീവിതത്തെ സഹായിക്കാനും അവരുടെ ജീവിതത്തിന് വിടുതലുണ്ടാക്കാനും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിക്ടിമൈസ് ചെയ്യപ്പെടും, നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടും. അത് ശുശ്രൂഷകരുടെ ഒരു വലിയ പ്രശ്നം. ചില സഭകളിലൊക്കെ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അതൊക്കെ ശരിയാക്കാനോ, അവിടുത്തെ കുഴപ്പങ്ങളൊക്കെ, ഉള്ള കുഴപ്പങ്ങൾ മാറ്റാനോ, കോൺഫ്ലിക്റ്റുകളൊക്കെ പരിഹരിക്കാനോ ശ്രമിക്കുമ്പോൾ നമ്മൾ മേ ബി ഔട്ട് ഓഫ് ജെന്യൂനിറ്റി we do it, but unfortunately we become the victims. അപ്പൊ അവിടെ ഇസ്രായേൽ സൈന്യം ഒന്നും വരുത്തില്ല പലപ്പോഴും നമ്മളെ സംരക്ഷിക്കും. നമ്മൾ ആരെയാണോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ നിലപാടെടുക്കുന്നത്, അവരൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ we will be left alone. നമ്മളെ ആരും കാണാനുണ്ടാവത്തില്ല, താങ്ങാനുണ്ടാവത്തില്ല. ചിലപ്പോൾ കുടുംബം പോലും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാനും അതൊക്കെ നേരിടാനും നമ്മൾ സന്നദ്ധമായിരിക്കണം. ഇവിടെ എലീശ സമാനമായി, എലീശയെ പിടിക്കാനായിട്ട് എലീശ എവിടെ ഉണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ, ദോഥാനിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. എലീശ ഉള്ളെടുത്ത് ചെന്ന് അരാം രാജാവിന്റെ സൈന്യം വളഞ്ഞ് സീജ് ചെയ്തു. രാവിലെ എലീശ പ്രവാചകന്റെ ബാല്യക്കാരൻ സെർവന്റ് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഈ വലിയ സൈന്യമാണ്. ബലഹീനനായ, നിരായുധനായ, പ്രായമായ, കൃശഗാത്രനായ ഒരു മനുഷ്യനെതിരെ ഒരു വലിയ സൈന്യം ശക്തമായി നിൽക്കുകയാണ്. അപ്പോ ബാല്യക്കാരൻ പറ, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും? പേടി അല്ലെ? പലപ്പോഴും നമ്മളെ ഭയം ബാധിക്കും ഇങ്ങനെയുള്ള സന്ദർഭം. നമുക്കൊക്കെ ആ ഭയം ഉണ്ടാവും. ഏത് മനുഷ്യരാ ഭയപ്പെടാത്ത? ബാല്യക്കാരൻ ഭയപ്പെട്ടു. അപ്പോൾ എലീശ പറയുന്നു, അതിന് അവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. താഴോട്ട് വായിക്കുന്നുണ്ട്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമെന്ന്. നോക്കണം, പലപ്പോഴും നമ്മള്
നാമത്തിന് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സുരക്ഷയ്ക്ക് ദൈവമുണ്ട്. അവർ വായിക്കുന്നുണ്ട്, അവിടെ ആ സൈന്യത്തിന് അന്ധത പിടിച്ച് അവർ ശമരിയയിൽ ചെന്നു എന്നാ പറയുന്നത്. ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടു നിർത്തി കൊടുത്ത രാജ്യത്തെ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ രാജാവ് താഴോട്ട് വായിക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് പറയുന്നുണ്ട്, കൈ കിട്ടുന്നല്ലേ ഇവന്മാരെ ശത്രുക്കളെ എല്ലാത്തിനും വെട്ടിയേക്കട്ടെ, പിതാവേ വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. 21-ാമത്തെ വാക്യം. കിട്ടിയതല്ലേ, തട്ടിയേക്കട്ടെ രാജാവ്. അന്നേരം എലീശ പറയുന്നത് അറിയാമോ? നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. തന്നെ കൊല്ലാൻ, തന്നെ ഇല്ലായ്മ ചെയ്യാൻ, തന്നെ ഉന്മൂലനം ചെയ്യാൻ വന്നവരെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കാൻ രാജാവിനോട് പറയാണ്. നോ റിട്ടാലിയേഷൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ അതിന് കാരണക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നവരെ നമ്മൾ തെരഞ്ഞു പിടിച്ച് പകരം ചെയ്യാനും വാക്കുകൊണ്ടും അല്ലെ പ്രവർത്തനങ്ങൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും അവരെ വേദനിപ്പിക്കാനും പ്രതികാരം ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കും. എന്നാൽ എലീശ പറയുന്നത് എന്താണ്? അവരെ തിന്നു കുടിച്ച് സമാധാനത്തോടെ അവരെ നമ്മൾ അതിഥികളായി സ്വീകരിച്ച് അവരെ സൽക്കരിച്ച് അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. താഴോട്ട് വായിക്കുന്നുണ്ട് 23-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാന്റെ അടുക്കലേക്ക് പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നു. നോക്കണേ, പിന്നെ അവർ വന്നില്ല യുദ്ധത്തിന്. രാജാവ് യുദ്ധം ചെയ്യാൻ പറഞ്ഞാലും ഭടന്മാര് പറയും, ഞങ്ങള് അവർക്കെതിരെ യുദ്ധത്തിന് പോകത്തില്ല, കാരണം കൊല്ലാൻ ചെന്ന ഞങ്ങളെ വിരുന്ന് കൂട്ടി വിട്ടവരാവര്. എലീശ എന്ന ദൈവദാസന്റെ ദൈവ പുരുഷന്റെ പ്രവൃത്തിയാ. വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുമ്പോ എന്നാ വെട്ടിയേക്കെന്നൊന്നും പറഞ്ഞില്ല. അവരോട് പറയുന്നത് അവരോട് ക്ഷമിച്ച് അവരെ സൽക്കരിച്ച് അവരെ ആസ്വദിപ്പിച്ച് പറഞ്ഞു വിടുക. നോക്കൂ എങ്ങനെ ഒരു ക്രൈസിസ് ഒരു സന്തോഷകരമായി രമ്യമായി ശാശ്വതമായി പരിഹരിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് പേഴ്സണലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളുടെയൊക്കെ ഒരു വലിയ കുഴപ്പം നമ്മളെ ഏതെങ്കിലുമൊക്കെ തരത്തിലോ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉപദ്രവിച്ചവരോ ശല്യപ്പെടുത്തിയവരോ വേദനിപ്പിച്ചവരെയോ ഒക്കെ നമ്മൾ കിട്ടിയാലും നമ്മള് തിരികെ വേദനിപ്പിക്കാനും റിറ്റാലിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കും, വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെ? നമ്മുടെയൊക്കെ ഒരു വലിയ ദോഷം അതാണ്. നമ്മുടെ എലീശ തന്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന അതിനല്ല. അത് ദൈവം പറഞ്ഞിട്ടൊന്നും അല്ല. ദൈവം അങ്ങനെ ചെയ്യാനൊന്നും എലീശയോട് പറഞ്ഞില്ല. അത് എലീശ എന്ന മനുഷ്യന്റെ മഹത്വമാണ്. എലീശ എന്ന മനുഷ്യന്റെ മഹത്വമാണ്. ഒരു രാജ്യത്തെ മുഴുവൻ നന്നാക്കുന്നു, ഒരു ദേശത്തിന്റെ മുഴുവൻ സമീപനത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു എലീശ. എലീശയുടെ സമീപനത്തെ, എലീശയുടെ അപ്രോച്ചിനെ അംഗീകരിക്കുന്ന ഇസ്രായേൽ രാജാവ്, ദിസ് ഈസ് എ ഗുഡ് ഐഡിയ. വെട്ടിക്കളയുന്നതല്ല, നമുക്ക് അവർക്ക് വിരുന്ന് കൊടുക്കാം, നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ആ വിരുന്ന് ഭംഗിയായിട്ട് ചെയ്യുകയാണ് രാജാവ്. നമുക്ക് അതിനുശേഷം ഇത് വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കണം. വെട്ടാൻ നിൽക്കുന്നവരെ അല്ല നമുക്ക് വേണ്ടത്, വിരുന്ന് കൊടുക്കാൻ തയ്യാറായവരെ. വെട്ടുന്നവരൊന്നും ഒരിക്കലും ഈ രാജ്യത്തിന് ദേശത്തിന് ആർക്കും ഒരു നന്മയും ചെയ്യത്തില്ല. വിരുന്ന് കൊടുക്കാൻ താല്പര്യമുള്ളവരാ. അതൊരു മാനസികാവസ്ഥയാ, വെട്ടുന്നവന്റെ മാനസികാവസ്ഥയും വിരുന്നൊരുക്കുന്ന മാനസികാവസ്ഥയും. വെട്ടാൻ റെഡിയായി നിൽക്കുന്നവനെ വിരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരുക്കുന്നതാണ് ക്രിസ്തീയത. നീ വെട്ടിക്കളയാനുള്ളവനല്ല, നീ വിരുന്ന് കൊടുക്കാനുള്ളവനാണെന്ന് പഠിപ്പിച്ച് അത് ചെയ്യിക്കുന്നതാണ്. അതാണ് ശരിയായ വിശ്വാസം.
അതാണ് ശരിയായ ദൈവബോധം. അതാണ് ശരിയായ ക്രിസ്തീയത. അതുകൊണ്ട് ഈ ലോകം നമ്മുടെയൊക്കെ ജീവിതത്തിലെ സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നിരന്തരമായി നമ്മുടെ സമീപനങ്ങളിലൂടെയാണ് ദൈവമില്ലായ്മ ചെയ്യുന്നത്. അതിന് വലിയ റാഡിക്കൽ ആയിട്ടുള്ള ഒരു വലിയ മാറ്റം നമുക്കുണ്ടാവും. നമ്മളിലെ ആ ഒരു എന്താണ് പ്രതികാര വാഞ്ച, ടിറ്റ് ഫോർ ടാറ്റ്, എന്തെങ്കിലും തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല അല്ലെ? തിരിച്ചെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. നമ്മൾ ചിന്തിക്കുന്ന അത് നല്ല, അതാണ് അതിന്റെ ശരി. ചിലര് വിരുന്നൊരുക്കും, വിരുന്ന് വിളമ്പി വെച്ചിട്ട് എന്ത് പറയും? വെട്ടിക്കളയും അല്ലെ? അങ്ങനെയുണ്ട്. വിരുന്ന് വിളമ്പി വെച്ചിട്ട് വാക്കുകൊണ്ട് വെട്ടും. നോനോ, അത് കഴിഞ്ഞു. മറക്കേണ്ടതിനെ മറക്കാനും ഇഗ്നോർ ചെയ്യേണ്ടതിനെ ഇഗ്നോർ ചെയ്യാനും, നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതിനോട് മാത്രം റെസ്പോണ്ട് ചെയ്താൽ, എല്ലാത്തിനോടും നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോ നമ്മളുടെ ചില അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളോട് മറ്റുള്ളവർ ചെയ്തത് പറയുമ്പം അവർ നന്നാവുന്നോ? നമ്മളോട് അവർ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, നമുക്കും അറിയാം. പക്ഷെ അതിനെക്കുറിച്ച് പറയാതിരിക്കുമ്പോ അല്ലെ, പറയാതിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ള ഇത് പറയുന്നില്ലല്ലോ എന്ന ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. എപ്പോ പറയുമെന്ന് പേടിയിലായിരിക്കും അവരിക്കും അല്ലെ. ദാറ്റ് വിൽ ചേഞ്ച്. അതുകൊണ്ട് എലീശ നമ്മളെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ അവിടെ നമ്മൾ വെറുപ്പോടെ, പകയോടെ, വിദ്വേഷത്തോടു കൂടെ ഒന്നും അല്ല ഇടപെടേണ്ടത്. നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരോട് പോലും ക്ഷമിക്കുവാനും അവരെ ചേർത്ത് നിർത്താനും അവരുമായിട്ടുള്ള കൂട്ടായ്മ ആഘോഷമാക്കാനും ഒക്കെ നമുക്ക് കഴിയണം. സഭ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ്. സഭയിലൂടെ നമുക്ക് ലഭിക്കേണ്ട വലിയ പാഠം, നമ്മൾ പഠിക്കേണ്ട, നമ്മൾ സ്വായത്തമാക്കേണ്ട അറിവും ജ്ഞാനവും അതാ. അതുകൊണ്ട് എലീശയെ പോലെ ദൈവപുരുഷനായി, ദൈവമക്കളായി നമുക്ക് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ സഹായിക്കട്ടെ. സംഘർഷങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിലും ദൈവബോധ്യത്തോടെ ക്രിസ്തീയമായി ക്രിസ്തുവിനെ പോലെ ചിന്തിച്ച് വചനപ്രകാരം സമീപിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയായിട്ട് ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയപിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ, അല്പസമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിൽ ക്രിയ ചെയ്യപ്പെടുവാനൊക്കെ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും കുടുംബങ്ങളായി, വ്യക്തികളായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ അവരെ കാണണമേ, അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് എലീശ പ്രവാചകനെ കുറിച്ച് ചിന്തിച്ചതുപോലെ കർത്താവെ, ശത്രുക്കൾ ഞങ്ങളെ വളയുമ്പോൾ, ശത്രു സൈന്യം ഞങ്ങൾക്ക് ചുറ്റും പാളയമിറങ്ങുമ്പോഴും അവരെ മിത്രങ്ങളായി കണ്ട് സ്നേഹിപ്പാനുള്ള കൃപ, വലിയൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. ആ കുറവുകളെയൊക്കെ ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ കർത്താവെ, ഞങ്ങളിലുള്ള ദുഷ്പ്രവൃത്തികളെ അകറ്റുവാൻ തക്കവണ്ണം, നീചപ്രവൃത്തികളെ മാറ്റി നിർത്തുവാൻ തക്കവണ്ണം, കർത്താവെ, ദൈവം തമ്പുരാൻ അരുത് എന്ന് കൽപ്പിച്ചതിനെയൊക്കെ നീക്കി നിർത്തുവാൻ, കർത്താവെ, അതിനുള്ള വിവേകം, കർത്താവെ, സുബോധം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുറ്റുമുള്ളവരെ സ്നേഹിപ്പാനുള്ള നല്ല ഹൃദയം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ വിശപ്പറിഞ്ഞ് നൽകുവാൻ, മറ്റുള്ളവരുടെ ദാഹമറിഞ്ഞ് കർത്താവെ കുടിപ്പാൻ ഒക്കെ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വീണു പോകും എന്ന് പലപ്പോഴും നനച്ചിരിക്കുമ്പോൾ, എന്റെ കർത്താവ് ഞങ്ങളെ വീഴ്ത്താതെ, ഞങ്ങളെ താഴ്ത്താതെ, ഞങ്ങളെ തളർത്താതെ കരം പിടിച്ച് വീണ്ടും ഉയർത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ നന്മ കാണുവാൻ, ആ അനുഗ്രഹം, ആ കർത്താവെ, ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുപാട് പേർ ബലഹീനതയിലാണ്. കർത്താവെ, അവിടുന്ന് ബലം നൽകണമേ. കർത്താവിന്റെ ശക്തി നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് പകർന്ന് കർത്താവ് അവിടുന്ന് സഹായം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗങ്ങൾക്കും
നല്ല വൈദ്യനായ ദൈവത്തെ കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് അവിടുന്ന് തൊടണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസാധ്യമെന്ന് കരുതുന്നതിനെയൊക്കെ സാധ്യമാക്കുവാൻ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും, ഞങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവെ, അതിനെയൊക്കെ ധൈര്യത്തോടെ അതിജീവിപ്പാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സഭയെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രയാധികത്തിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അവിടുന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ഒരുപോലെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കാലാവസ്ഥ കർത്താവെ ഒരുപാട് പ്രതികൂലമായി കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യുവാൻ കർത്താവെ പറ്റാത്ത വിധം കർത്താവെ കഠിനമായ ചൂട് ഞങ്ങളെ അസഹ്യപ്പെടുത്തുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, പലപ്പോഴും സൺസ്ട്രോക്ക് ഒക്കെ കർത്താവെ പലരും കർത്താവെ വീണു പോകുമ്പോൾ, കർത്താവെ രോഗത്തിലൊക്കെ കർത്താവെ പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ഞങ്ങളെ കരുതിക്കൊള്ളണമേ. ആർക്കും കർത്താവെ ഒരു ദോഷവും വരാതെ വണ്ണം, ഒരു പ്രയാസവും ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുകളും വരാതെ വണ്ണം എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്റെ ദൈവം തമ്പുരാൻ അവിടുന്ന് കരുതണമേ. കർത്താവെ, ഈ വെതറൊക്കെ ടോളറേറ്റ് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളൊക്കെ കർത്താവ് അവിടുന്ന് കാണുന്നു. കർത്താവെ, ബലഹീനതയിൽ ബലം നൽകുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സകലതും സമസ്തവും ഏൽപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചറിവിന്റെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അത്ഭുതങ്ങൾ, അതിശയങ്ങൾ കാണുവാൻ ഞങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യഭരണമേ. വിഷ്ണുസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിഷമാഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പരീക്ഷയിലേക്ക് രാജ്യവും ശക്തിയാകുന്നു. മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പ്രിയമുള്ളവരെ, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരോട് എപ്പോഴും എന്നേക്കും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് മനോഹരമായ പാട്ടുകൾ പാടിയ എന്നമ്മ ജോൺ ആന്റിയോട്, സങ്കീർത്തനം വായിച്ച് നമ്മളെ സഹായിച്ച ലില്ലി ബാബു ആന്റിയോട്, പ്രാർത്ഥനയില് നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ വഹിച്ച് പ്രാർത്ഥിച്ച രശ്മിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും. വളരെ വേഗം എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ആരാണ് അടുത്ത ആഴ്ച പാട്ട് പാടും? കുറച്ചു പേരേ ഉള്ളൂ. ഞാൻ പാടാച്ച. മിഥുൻ. ഓക്കെ, താങ്ക് യു മിഥുൻ. സങ്കീർത്തനം മമ്മി വായിക്കാച്ച. ഓക്കെ, അന്നമാൻഡി. ആ 77 ആണേ. 70. ശരി. സാം 77. ആരാ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോ പറഞ്ഞാട്ടെ. നമ്മൾ 2 വർഷമായിട്ട് ചെയ്യുമല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. എന്താ താമസിക്കുന്നു? പ്രാർത്ഥിക്കാൻ പറയുമ്പോ ആരും വേണ്ടത്. പറഞ്ഞാട്ടെ. അടുത്ത ആഴ്ച പ്രാർത്ഥന വേണ്ടേ? അച്ഛനും ഭാര്യയും കൂടെ പ്രാർത്ഥിച്ചാൽ മതിയോ? സമയം കളയല്ലേ, പറഞ്ഞേ. ഞാൻ പ്രാർത്ഥിക്കും.
ഞാൻ പ്രാർത്ഥിക്കാം. പൊന്നമ്മ ഓക്കെ. പൊന്നമ്മേന്റെ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു. സന്തോഷം എല്ലാവർക്കും. അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഞായറാഴ്ച കാണാം എല്ലാരെയും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടതുപോലെ നിങ്ങൾ എല്ലാവരും അച്ഛനെ സഹായിക്കണം. എല്ലാവരും ആരാധനയ്ക്കായിട്ട് കടന്നു വരണം, ഇംഗ്ലീഷ് സർവീസ് ആണെങ്കിലും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് സൺഡേ കാണാം. ഓക്കെ. താങ്ക് യു അച്ഛൻ.